ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാട്ടോ. അപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഷാജീനെ രോഹിത് വന്ന് കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഇവിടെ നിൽക്കാതെ അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഷാജിക്കും വല്ലാണ്ടങ്ങായി പോയിട്ടോ. കാരണം ഷാജി ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ രോഹിത് വന്ന് വിളിക്കൂന്ന്. എന്നാലും ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരണയുടെ അമ്മയും അലീന എവിടെയായിരിക്കും കിടക്കുന്നത്? അടുക്കളയുടെ പുറകോശത്ത് വല്ല മുറിയും കാണുമായിരിക്കും, അവിടെ വല്ലതും ആയിരിക്കും എന്നൊക്കെ ഓർക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഷാജിനെയും കൂട്ടി രോഹിത് അകത്തേക്ക് വന്നു കേട്ടോ. അങ്ങനെ രോഹിത് ഷാജിനെ അകത്ത് കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശരണയുടെ അമ്മ പറഞ്ഞത്, നല്ല മര്യാദക്കാരൻ ചെറുക്കനാണല്ലോ, എന്നിട്ടാണോ ഈ പയ്യനൊക്കെ അവന്മാരുടെയൊക്കെ കൂടെ കൂടി? അതെ, കൂട്ടുകെട്ട്. പൈസ കൂടിയാലും കുഴപ്പമാ, അതിനൊപ്പം കുന്തളിപ്പും കൂടുന്നേ എന്ന് നമ്മുടെ ഷാജി. അപ്പൊ ശരണി പറഞ്ഞു, അയ്യോ പതിയെ പറയാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ശരണയുടെ അമ്മ പറഞ്ഞു, അതെ നിന്റെ അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വരുമോ അതോ നമുക്ക് കാണാൻ പറ്റത്തില്ലേ? വരുമായിരിക്കും, നമുക്ക് നോക്കാം എന്ന്. അപ്പോഴത്തേക്ക് രോഹിത്തും ബബിതയും കൃഷ്ണമോളും കൂടെ വരികയാണ്. അപ്പൊ ഇവര് 3 പേരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും എണീറ്റു. അപ്പൊ രോഹിത് പറഞ്ഞതേ ഇവരെന്റെ അനിയത്തിമാരാ, ഇത് കൃഷ്ണജ, ഇത് ബബിത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്താം. അങ്ങനെ ബബിതയെയും നമ്മുടെ കൃഷ്ണമോളെയും കൂടി ചേർന്നിട്ട് ഇതാണ് ശരണയുടെ അമ്മ എന്നൊക്കെ. അപ്പൊ ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, എന്നോട് അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട്, പൂച്ചക്കുട്ടിയെ പോലെ ഒരു പെങ്കൊച്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദേ ഈ കാണുന്നത് ശരണയല്ല, അലീനെ രക്ഷിച്ച ഷാജി എന്ന് പറയുന്ന ചേട്ടൻ എന്നാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണോള് പറഞ്ഞു, ഞാൻ കുറെ പ്രാവശ്യം കണ്ടായിരുന്നു, എനിക്ക് വീഡിയോ കിട്ടിയായിരുന്നു കേട്ടോ. ഹീറോ ആയിരുന്നല്ലോ ആ വീഡിയോക്കകത്ത്. അയ്യോ ഞാനൊന്നും അല്ല ഹീറോ. അവക്ക് ആ ധൈര്യം, അലീന ചേച്ചിക്ക്, നിങ്ങളുടെ അലീന ചേച്ചിക്ക് ഭയങ്കര ധൈര്യ. അപ്പോഴത്തേക്ക് നമ്മുടെ ശരണി ചോദിച്ചു, അല്ല നിങ്ങൾ ഇത്ര നേരമായിട്ടും അലീന ചേച്ചിനെ കാണിച്ചു തന്നില്ല, അലീന ചേച്ചി എവിടെയാ കിടക്കുന്നതെന്ന് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പം ബാ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി. അപ്പം നമ്മുടെ ഷാജി അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ കൃഷ്ണ ചോദിച്ചു, അല്ല ഷായിച്ചേട്ടൻ അലീന ചേച്ചിനെ കാണണ്ടേ? എനിക്കിപ്പോ കാണുമൊന്നും വേണ്ടെന്നേ, അവര് പോയി കാണട്ടെ. അല്ല ഞാൻ ചായ എടുക്കാം. ഏയ് ഞാൻ പുറത്തിരുന്നോളാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാജി പുറത്തേക്ക് പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ബബിത വന്നിട്ട് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് അലീനയോട്. അപ്പൊ അലീന ഇങ്ങനെ ആരാന്നറിയാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷപൂർവ്വം നോക്കിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും താണ്ട കിടക്കണ് നമ്മുടെ ശരണ്യ. കണ്ടതും ഞെട്ടിപ്പോയില്ലേ അലീന. ഞെട്ടിന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ. അങ്ങനെ അലീന പറഞ്ഞു, ഇതാരാ വന്നേക്കണത്? കേറി വാ, അകത്തേക്ക് കേറി വാ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ശരണയുടെ അമ്മ അകത്തേക്ക് കയറി വന്നു. അങ്ങനെ അലീനയെ കണ്ടതും കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അയ്യോ ദേ പനി കൊച്ചിന് പകരും കേട്ടോ, ഇതുപോലെ നീ സ്നേഹിക്കാതെ, ഇതുപോലെ നീ കെട്ടിപ്പിടിക്കാതെ. അലീന ചേച്ചിയുടെ പനിയല്ലേ, അലീന ചേച്ചിയുടെ പനിയെ എനിക്ക് ഒത്തിരി ഇഷ്ടം, പകർന്നോട്ടെ. അയ്യോ ഈ പെണ്ണിന്റെ ഒരു കാര്യം, പനി എന്റെ സ്വന്തമൊന്നുമല്ല, അത് വൈറസിന്റെ സ്വന്തമാ. ആ വൈറസിനെ എനിക്ക് പേടിയില്ലെങ്കിലോ? എനിക്ക് ഒരു പേടിയില്ല ആ വൈറസിനെ. എനിക്ക് അലീന ചേച്ചിനെ കാണാതെ കൊണ്ടല്ലോ വീർപ്പ് മുട്ടായിരുന്നു. അലീന ചേച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സന്തോഷം എനിക്ക്. എന്തോ അടി നിനക്ക് പറ്റിയത്? അതെ, എനിക്ക് അലീന ചേച്ചിനെ കാണണം, കണ്ണിറയെ കാണണം. കണ്ടിട്ട് ഒത്തിരി ദിവസമായില്ലേ. എന്നാ പിന്നെ നീ ഇങ്ങോട്ട് പോരെ, എന്റെ കൂടെ താമസിച്ച ഇവിടെ. അതെ ഞാൻ വരിയേ, ഇതൊന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കാം, ഞാനിങ്ങ് പോരുവേ. പക്ഷേ ഞാനിവിടുന്ന് പോകുമ്പോ നീ എന്ത് ചെയ്യും? അതുപോലെ ഞാനും ചേച്ചിയുടെ കൂടെ പോരും. ഓഹോ അത് ശരി. എന്റെ തോളത്തുനിന്ന് നീ ഇറങ്ങത്തില്ലല്ലേ? ഇല്ലില്ല, ഞാനേ തോളത്തുനിന്ന് ഇറങ്ങത്തില്ല, ഇനി എന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓഹോ, അപ്പം ഞാൻ ഇനി ഏതെങ്കിലും ജോലിക്ക് അപേക്ഷിക്കുമ്പം 2 ജോലിക്കാര് ഉള്ള ആ ഒരു വീട്ടുകാരെ നോക്കി ആ വീട്ടിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ടല്ലേ? അതെ, അങ്ങനെയൊക്കെ തന്നെ മതി. എനിക്ക് ഇനി അലീന ചേച്ചിയുടെ കൂടെ നിന്നാ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പൊ എന്നെയും കൊണ്ട് ജീവിക്കാനല്ലേ നിന്റെ ഉദ്ദേശം? എനിക്കതാ ഇഷ്ടമെങ്കിൽ അലീന ചേച്ചിക്ക് സമ്മതമല്ലേ? ആയിക്കോട്ടെ, സമ്മതം. അപ്പൊ നമ്മുടെ ബബിത അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബബിതയോട് അലീന പറയാണ്, അതെ ഇതാട്ടോ ശരണ്യാന്ന്. ഓഹോ, എനിക്ക് അറിയത്തില്ലായിരുന്നു. റോഡിൽ കൂടെ പോയവരെയല്ലേ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അപ്പോഴത്തേക്കും ശരണി പറഞ്ഞ, അതിന് ഞാന് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇത് രോഹിത്തിന്റെ അനിയത്തിയാ, ഭയങ്കര തമാശകാരിയാ എന്ന് അലീന പറഞ്ഞപ്പോ, തമാശയൊന്നും ഒത്തിരി ഇല്ല. അല്ല നിങ്ങക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം? നിങ്ങക്ക് എന്താ വേണ്ടത്? അയ്യോ ഒന്നും വേണ്ടായിരുന്നു.
ഇവക്ക് അലീന ചേച്ചിനെ കാണണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. അതുകൊണ്ട് മാത്രം മോളെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു, ചായ കൊടുക്ക് മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിതി ചോദിച്ചാൽ ചേച്ചിക്ക് എന്താ വേണ്ടത്? ഏയ് എനിക്കൊന്നും വേണ്ട, മോൾ ഇവർക്ക് ചായ കൊടുത്താൽ മതി, ഞാൻ ചുക്ക് കാപ്പി ഇപ്പൊ കുടിച്ചതേ ഉള്ളെന്ന്. ഏതായാലും ഈ സമയത്ത് ബബിതി അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശരണി ചോദിച്ചു, അല്ല ആ കൊച്ചിന് മോളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഏയ് ദേഷ്യമൊന്നും ഇല്ലെന്നേ, അവക്ക് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അതിങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും വീണ്ടും ശരണി ഇങ്ങനെ അലീനെ ഇങ്ങനെ നോക്കിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട്, എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നു തോന്നിയില്ലല്ലോ, അല്ല തോന്നിയ പോലും ഇല്ല അലീന ചേച്ചി, കാണാൻ പറ്റിയില്ലോ. രോഗിയായിട്ട് കാണുന്ന കാര്യമാണ് നീ പറഞ്ഞത്. ഏയ് രോഗിയായിട്ടൊന്നും അല്ല, എനിക്കിത് അലീന ചേച്ചിയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി, രോഗിയോ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് എന്റെ അലീന ചേച്ചീനെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു ഉമ്മ എന്ന് പറഞ്ഞു വീണ്ടും ഉമ്മയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഈ സമയത്ത് നമ്മളെ ഷാജി ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ എന്താ പറയാ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി അകത്തിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്? അതിന് പരിചയമില്ലാത്ത വീടല്ലേ? ഓ അങ്ങനെയൊന്നുമില്ല, ഇത് പരിചയമുള്ള വീട് തന്നെയാന്ന് കരുതിയാ മതി. അന്ന് അലീന ചേച്ചിനെ രക്ഷിച്ചതും വീട്ടിൽ കൊണ്ടുപോയതും ആഹാരം കൊടുത്തതും അനിയത്തിയുടെ ഡ്രസ്സ് ഇടാൻ കൊടുത്തതും ഒക്കെ അപ്പൊ അതൊക്കെ നിങ്ങളോട് വന്ന് പറയൂ, അതൊക്കെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുവോ? ഞങ്ങളോട് പറയാത്ത ഒരു കാര്യമില്ല. അത് കൃഷ്ണമോൾ ആ സമയത്ത് വന്നായിരുന്നു, കൃഷ്ണമോളാണ് പറയുന്നത്. അപ്പൊ ചായയൊക്കെ കൊണ്ടുവന്ന് ചായയൊക്കെ നമ്മുടെ ഷാജിക്ക് കൊടുത്തു. അപ്പൊ ഷാജി ചായയൊക്കെ കുടിക്കുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള ഓരോരോ കൊച്ചു വർത്താനമൊക്കെ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുകയും രോഹിത് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഏകദേശം നമ്മുടെ ഷാജിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി കേട്ടോ. കാരണം അവിടെ അലീനെ എല്ലാവരും അതുപോലെ സ്നേഹിക്കുന്നതെന്നൊക്കെ മനസ്സിലായി. ശരണിക്കും ശരണിയുടെ അമ്മയ്ക്കും ഒക്കെ മനസ്സിലായി നമ്മുടെ അലീനയ്ക്ക് അവിടെ ഒരു നല്ലൊരു സ്ഥാനം ഉണ്ടെന്ന്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ബബിതയല്ലല്ലോ സോറി വൈജ പതുക്കെ പിച്ച വെച്ച് ഇറങ്ങിയൊക്കെ വരികയാണ്. പുറത്ത് എന്തൊക്കെയോ ബഹളവും ആളുകളും കൂത്തും ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ വൈജയ്ക്ക് മനസ്സിലായി. വൈജ എന്ത് ചെയ്തു, പതുക്കെ വാതില് തുറന്ന് വെളിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ആരാ എങ്ങനെയാ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ആരും കണ്ടൊന്നുമില്ല, പക്ഷെ മനസ്സിലായി ആരോ വന്നിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ കൃഷ്ണമോൾ അമ്മയെന്ന് വിളിച്ചത്. അപ്പം വൈജ പറഞ്ഞു, വാ കേറി വാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കൃഷ്ണമോൾ വന്നിട്ട്, അമ്മേ ദേ ചായ എന്ന് പറഞ്ഞപ്പം, ഈ നേരത്തെ പതിവില്ലാത്തൊരു ചായ, ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട്. അല്ല ആരാ വന്നത്? ശരണ്യ, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി. ശരണ്യോ? ആ ശരണ്യ. അവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അലീന ചേച്ചിനെ കാണാനായിട്ട്. അവൾ ഒറ്റയ്ക്കാണോ വന്നത്? ഏയ് ശരണ്യയുടെ മാതാജി ഉണ്ട് കൂടെ. മാതാജി? അലീന എന്തിനാ ഈ കൂതറകളൊക്കെ വിളിച്ച് അകത്ത് കയറ്റുന്നത്? അവളല്ലേ രോഹിത്തിനെ ഹരീനെയൊക്കെ ജയിലിലാക്കിയത്? പോലീസിനെയും പത്രക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇല്ലാക്കാതെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുടുംബത്തിനെയും കൊല്ലപ്പള്ളിക്കാരെയൊക്കെ നാറ്റിച്ചത് ആരാ? അവളല്ലേ? ഓ എന്റെ പൊന്നമ്മ ഒന്ന് പതുക്കെ പറ. ഓ കേട്ടാ എന്നെ വെടിവെച്ച് കൊല്ലുവോ? നിങ്ങൾക്കാർക്ക് നാണമില്ലേ അവളെയും അവളുടെ തള്ളേനെ ഈ വീട്ടിലേക്ക് കയറ്റാനായിട്ട്? അയ്യോ എനിക്ക് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അത് പിന്നെ ആ ശരണ്യ എന്ന് പറയുന്ന ചേച്ചി മൊഴി മാറ്റി പറഞ്ഞത് കൊണ്ടല്ലേ നമ്മുടെ രോഹിത്തേട്ടൻ രക്ഷപ്പെട്ടത്? അയ്യോ അത് ഭയങ്കര ഭൂലോക നന്മയല്ലേ? ദേ ദുഷ്പേരെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് സത്യം പറഞ്ഞാല് ആ ദുഷ്പേരൊക്കെ അങ്ങ് തീരുവോ? ഇല്ലല്ലോ. എന്റെ പൊന്നമ്മേ, അമ്മയോട് ഞാൻ ആർഗ്യുമെന്റിന് വരുന്നില്ല. ചായ കുടിക്ക്. അവളുമാർക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ട ചായയല്ലേ, എനിക്കൊന്നും വേണ്ട. എനിക്കിത് എച്ചിൽ പോലെയാ തോന്നുന്നത്. വേണ്ടേ കുടിക്കണ്ട, ഒരു ചായ തന്നേക്കാന്ന് വെച്ച് കൊണ്ടുവന്നപ്പം എന്നെ പറഞ്ഞാ മതിയല്ലോ. അവളേക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ നോക്കിക്കോ. നാട്ടുകാർ കണ്ട എന്നെ മോശമെന്നറിയാമോ? ഞാൻ ഉള്ളപ്പോഴാണെങ്കിലേ ഈ വീട്ടിന്റെ ഗേറ്റിന് ഇപ്പുറത്ത് കടത്തത്തില്ലായിരുന്നു. അല്ല അമ്മ ഉള്ളപ്പോഴാണെങ്കിലോ? ഇപ്പൊ എന്താ അമ്മയില്ലേ? അമ്മ ചത്തുപോയോ? എന്റെ കയ്യിൽ ഈ വീട് ഇരുന്ന കാലത്തെന്നാ ഞാൻ പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ മനുഷ്യനെ ആക്കുന്നതാണോ? ഇപ്പൊ അവളാണല്ലോ ഭരണക്കാരി അലീന, അതുകൊണ്ടാണല്ലോ കണ്ട അലവലാദികളൊക്കെ വീട്ടിൽ കയറി നിരങ്ങുന്നത്. അയ്യോ എന്തൊക്കെയാ വിധി എനിക്ക് തലയിൽ എഴുതിയിരിക്കുന്നത്, എന്തൊക്കെ ഞാൻ കാണണം കേൾക്കണം. അത് പിന്നെ അമ്മയെ ചരണയുടെ നല്ല മനസ്സുകൊണ്ടാ രോഹിതേട്ടൻ ഇപ്പം മിടുക്കരായിട്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ജയിലിൽ കിടന്നേനെ. ചടന്യേനെ നല്ല മനസ്സ്. എന്റെ മോൻ രക്ഷപ്പെട്ടത് എന്റെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ കൊണ്ടാ. അയ്യോ വെരി ഗുഡ്. അമ്മ അങ്ങനെ തന്നെ വിചാരിച്ചോണ്ടിരുന്നത്. ഞാൻ പോവാ. ദേ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ കൃഷ്ണമോളെ, നീ അവിടെ നിന്ന് നീ ചെന്ന് നിന്റെ അച്ഛനോട് പറയാം എത്രയും പെട്ടെന്ന് അവരെ ആട്ടിപ്പയക്കാനായിട്ട്. അയ്യോ അമ്മ ഇപ്പൊ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരോടും ഒന്ന് നന്ദി പറയാ, അതല്ലേ ചെയ്യേണ്ടത്. എന്റെ പട്ടി നന്ന് പറയുന്ന പറയുമ്പോഴത്തേക്കും വേണ്ട. അമ്മയുടെ പട്ടി ഇപ്പം മുറ്റത്തൂടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ടായിരിക്കും, റോഡിലൂടെ തെരുവിലൂടെയൊക്കെ. അതുകൊണ്ട് ഇനിയിപ്പോ അവരെ വിളിച്ചൊന്നും നന്ദി പറയിക്കണ്ട, ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ അങ്ങ് പോയപ്പം ഇതൊക്കെ എവിടെ നടക്കും എന്റെ ഈശ്വര, ഈ വീട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വായിച്ച. എന്നാൽ ഈ സമയത്ത് പിന്നെ ചായയൊക്കെ ആയിട്ട് നമ്മുടെ ബബിത വരികയാണ് കേട്ടോ. ആർക്ക് കൊടുക്കാന് നമ്മുടെ ശരണിക്ക് ശരണിയുടെ അമ്മയ്ക്കും അലീനയുടെ അടുത്തിരിക്കാട്ടോ ഇവര്. അങ്ങനെ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നു.
അപ്പോഴത്തേക്ക് നമ്മുടെ ശരണ്യയുടെ അമ്മ പറഞ്ഞു, അയ്യോ ചായ ഒന്നും വേണ്ടായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി എന്തിനാ ഇപ്പൊ ഇതൊക്കെ എടുത്തത്? ഞാൻ എടുത്തോണ്ട് വന്നില്ലേ, കുടിക്കുന്നേ. അപ്പോഴത്തേക്കും ശരണ്യ ചായ മേടിച്ചിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യ പറയാ, അതെ ഇത്രയും വലിയൊരു വീട്ടിൽ കയറുന്നത് ആദ്യമായിട്ടാ. അപ്പോഴാ വീട്ടിൽ നിന്ന് ചായയും കൂടെ. അപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, ബബിതേ ഇവർക്ക് ഊണ് കൊടുക്കണം കേട്ടോ, നമുക്ക് പറ്റുന്ന പോലെയൊക്കെ കൊടുത്താൽ മതി. അയ്യോ വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, നിങ്ങൾ എന്നതൊക്കെ പറയുന്നത്, ഊണ് തരാനോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അലീന പറഞ്ഞു, മോളെ ഞാൻ എപ്പോ കയറി ചെന്നാലുവേ ഇവരെ എനിക്ക് ആഹാരം തരും. അപ്പോഴത്തേക്ക് ശരണ്യ പറഞ്ഞു, അതെ വെറുതെ പറയുന്നതാ, അമ്മ എനിക്ക് തരുന്ന പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരി തിന്നും, അതിന് ആഹാരം തരിക എന്നൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും ബബിത അവിടെ നിപ്പുണ്ട്. നമ്മുടെ അലീന പറഞ്ഞ, അല്ല ബബിത നീയും കൃഷ്ണമോളും നോക്കിയാൽ പറ്റത്തില്ലേ ചോറ് കൊടുക്കാനായിട്ട് ഇവർക്ക്? പറ്റത്തില്ലെന്ന് ആരാ പറഞ്ഞത്? പറ്റൂന്നാ ഞാൻ പറഞ്ഞത്. ആ ഓട്ടോറിക്ഷക്കാരൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ചേച്ചിനെ രക്ഷിച്ച ആള്. ഞാന് അയാളെ ഇങ്ങോട്ട് വിളിക്കണോ? ഏയ് വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് പോയി കണ്ടോളാം, എനിക്ക് നടക്കാനൊക്കെ പറ്റൂല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന പതുക്കെ എണീറ്റ് നമ്മൾ ഷാജീനെ കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഭവിതയാണ് ചോറും കറികളും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോ തയ്യാറായിട്ട് നിൽക്കുന്നതും അലീന ഏർപ്പാടാക്കിയത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഊതി ഊതി ഇങ്ങനെ നമ്മുടെ ചായയൊക്കെ ആറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഷാജീനെയാണ്. അപ്പൊ ഷാജി ഇങ്ങനെ ഓരോന്ന് രോഹിത്തിനോട് ചോദിക്കുക, നീ ഇപ്പൊ പഠിക്കാൻ പോകുന്നില്ലേ എന്ന്. ഇല്ലില്ല ഞാൻ പഠിക്കാൻ പോകുന്നില്ല. അല്ല കോളേജിലല്ലായിരുന്നോ പഠിച്ചോണ്ടിരുന്നത്? ആ അതെ. അല്ല മോനെ എങ്ങനെ ഇതിനകത്ത് ചെന്ന് ചാടി? അത് പിന്നെ പെട്ടുപോയതാ ചേട്ടാ. ആ പെങ്കൊച്ചു കോടതിയിലെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മോന്റെ ജീവിതം നായി നക്കി പോയേനെ. എനിക്കറിയാം. അതുപോലെ തന്നെ അലീന ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ മോന്റെ കാര്യം പോക്കായേനെ. ഭാഗ്യം ഉണ്ടിട്ടോ മോന്, അതുകൊണ്ടാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന വരികയാണ്, ചട്നിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അലീന വന്നിട്ട്, ചേട്ടാ ചായ കിട്ടിയോ? ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടോ? രോഹിത്തിനെ പരിചയപ്പെട്ടോ? എനിക്ക് ആളെ അറിയാലോ, എന്നെയല്ലേ അറിയാത്തത്. അപ്പൊ അലീന ചെറിയൊരു ചിരിയും ഒരു ചമ്മലോടൊക്കെ കൂടി ഇങ്ങനെ ഒന്ന് ചിരിച്ചു കേട്ടോ. എന്നിട്ട് അലീന ചോദിച്ചു, ചേട്ടന് സുഖമല്ലേ? സുഖം. ഓട്ടോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴെങ്കിലും വന്ന് വീട്ടിൽ കിടക്കുന്നു, രാവിലെ എണീക്കുന്നു, പിന്നെ ഓടുന്നു, ജീവിക്കണ്ടേ, കുടുംബം നോക്കണ്ടേ. അല്ല അമ്മയ്ക്കും അനീതിക്കൊക്കെ എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഒരു വിധത്തിലൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു അലീന, വേറെ പ്രശ്നമൊന്നുമില്ല. അതെ എനിക്ക് പനി പിടിച്ചു ചേട്ടാ. അതറിഞ്ഞപ്പോ മുതൽ ഈ ശരണ്യ അവിടെ കിടന്നു ഭയങ്കര അലമ്പ്. ചേട്ടാ എന്നെ ഒന്ന് കൊണ്ടുപോവോ, എനിക്ക് അലീന ചേച്ചിനെ കാണാനേ പറ്റത്തില്ല. എന്നാ പണ്ടാരാ ഇത്, വല്ല മയക്കുമരുന്ന് കൊടുത്ത് ഇവ കിട്ടേക്കാണോ? അതെ അതെ, തന്ന മയക്കുമരുന്ന് തീർന്നു പോയിന്നേ, അടുത്ത ഡോസ് മേടിക്കാൻ വേണ്ടി ഞാൻ വന്നതാ ചേട്ടാ. ഈ സമയത്ത് നമ്മുടെ അലീന പറഞ്ഞു, അതെ ഊണ് കഴിഞ്ഞിട്ടേ പോകാവുള്ളേ. അയ്യോ അതിലൊന്നും നിക്കുന്നില്ല അലീന, നിക്കണം ഇവര് തിരിച്ചു കൊണ്ടുപോകണ്ടേ. ചേട്ടന് എന്താ ഇവിടുന്ന് ഊണ് കഴിക്കാൻ പറഞ്ഞപ്പം ഒരു മടി? എന്താ ഇത്ര മടി? പറ. അത് പിന്നെ ഞാനന്ന് ചേട്ടന്റെ വീട്ടില് നിന്ന് മൂക്ക് തട്ടിയത് കണ്ടില്ലായിരുന്നോ? അത് പിന്നെ ഞങ്ങള് പാവങ്ങളല്ലേ, അന്നന്ന് വേലയെടുത്ത് അന്നന്നത്തെ ആഹാരം കഴിക്കുന്നു. നീ ഇവിടുത്തെ വേലക്കാരിയാന്ന് പറഞ്ഞത് കൊണ്ടാ അവിടെ നിന്ന് കൂടെ വന്ന് കഴിപ്പിച്ചതും നിന്ന് തന്നതും ഒക്കെ. അത് എന്റെ വീടായിരുന്നു, ഇതിപ്പം നിന്റെ വീടല്ലല്ലോ. ചേട്ടൻ എന്താ തോന്നുന്നത്? ഇത് എന്റെ വീടല്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ വെറും വേലക്കാരി മാത്രാണെന്നാണോ തോന്നുന്നത്? അതാ ഇപ്പൊ എന്റെ സംശയം. നിങ്ങളൊക്കെ പെരുമാറുന്നത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമുള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നുക. അപ്പൊ അങ്ങനെ തോന്നി അല്ലേ? നിനക്കിവിടെ ഒരു വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ വില മതി ചേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്, കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം ഇവിടുന്ന് കഴിക്കണം. പിന്നെ എനിക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര നടുവേദനയാ, ഞാൻ പോയി കിടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് കയറി പോയി കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ ബാലചന്ദ്രനെ കാണിക്കുന്നത്, ബാലചന്ദ്രന്റെ അടുത്തേക്ക് ബബിത കയറി ചെല്ലാണ് കേട്ടോ. അങ്ങനെ ബബിത കയറി ചെന്നപ്പം ബാലചന്ദ്രൻ എന്തൊക്കെയോ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, എന്താ ബബിതെ വേഗം പറയണം, എന്താ പറയാനുള്ളത്, വേഗം പറഞ്ഞു തീർന്നിട്ട് പൊക്കെ. വേഗം പറഞ്ഞു തീർന്നിട്ട് പൊക്കോളാം, അല്ലെങ്കിൽ എനിക്ക് കിന്നിരിക്കാനൊന്നും സമയമില്ല. ഓഹോ എന്നെക്കാളും തിരക്കാണോ നിനക്ക്? ഇപ്പൊ എല്ലാവർക്കും ഞാൻ വേണം, എല്ലായിടത്തും ഞാൻ വേണം. ഇപ്പൊ താഴെ ഒരു ഗസ്റ്റ് വന്നു, അവരുടെ കാര്യം നോക്കാനും ഞാന്. ഗസ്റ്റോ? ഏത് ഗസ്റ്റ്? ആരാ ഗസ്റ്റ് വന്നത്? മനുവാണോ? മനുവേട്ടനൊന്നും അല്ല, ആ പെൺകുട്ടിയില്ലേ ശരണ്യ, ആ കൊച്ചും അതിന്റെ അമ്മയും പിന്നെ ഷാജി എന്ന് പറയുന്ന ആ ചേട്ടനില്ലേ അലീന ചേച്ചിനെ രക്ഷിച്ചത്, ആ ചേട്ടന് വന്നിട്ടുണ്ട്. അവരിവിടെ വന്നെന്നോ? രോഹിത്തിനെ കണ്ടോ അവര്? അതൊക്കെ എപ്പോഴേ കണ്ടു ബോധിച്ചു, അവര് കണ്ടു, സംസാരിച്ചു. അല്ല അവര് താഴെയുണ്ട്, ആ വിവരം അച്ഛനോട് പറയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഭയങ്കര ചാട, ഭയങ്കര തിരക്ക്. എന്നാ ഞാൻ പോവുക, എനിക്ക് സമയമില്ല, എനിക്ക് വേണ്ടി വെയിറ്റിംഗ് അവര്.
നീ ചെല്ല് ചെല്ല്, കൊള്ളാം കൊള്ളാം. അല്ല, രോഗീനെ സന്ദർശിക്കാൻ വന്നവരിപ്പം നിന്റെ ആൾക്കാരായോ? ആ, അതെ മോളെ, അവരുടെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നോക്കണേ, ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബബിതേനെ താഴേക്ക് ഇറക്കി വിടുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ കാരണക്കാരാണ് അവര് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ ഇതൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് വേണ്ടേ ഞാൻ അറിയാനായിട്ട്. അല്ല, അതുപോലെ നമുക്ക് ആ പെൺകുട്ടിയോട് പെരുമാറണം. നമുക്ക് കൈവിട്ട് പോയ രോഹിത്തിനെ തിരിച്ചു തന്നത് ശരണിയല്ലേ? എനിക്കറിയാം അച്ഛാ, ഇതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എന്നാ ചെല്ലേ, നീ ചെല്ല്, താഴേക്ക് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞപ്പം ഞാൻ പോവാ എന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങിയൊക്കെ ചെന്നു നമ്മുടെ ബബിത. ഏതായാലും ബാലചന്ദ്രനെ ശരണേനെ കാണാനുള്ള വെയിറ്റിംഗിൽ തന്നെയാണ് കേട്ടോ. ഒരു നന്ദിയൊക്കെ പറയണമല്ലോ ശരണ്യോട്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളും ബബിതയും ശരണ്യോടും ശരണ്യയുടെ അമ്മയോടും സംസാരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയായി അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറയാണ് നമ്മുടെ കൃഷ്ണ ശരണ്യോട്. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മ പറഞ്ഞു, അയ്യോ ഞങ്ങൾ പോയിക്കോളായിരുന്നു. അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല, ശരണി ചേച്ചിയുടെ ഉത്തരവുണ്ട്, ഊണ് കഴിച്ചിട്ടേ വിടാവുള്ളെന്ന്. അതെ ശരണി, ഇവിടെ വന്നിരുന്നേ. ശരണി, അമ്മേനെ കൊണ്ട് അവിടെ പിടിച്ചിരുത്തിക്കേ, എന്തിനാ ഒരുപാട് പറയിപ്പിക്കുന്നത് എന്ന് നമ്മുടെ ബബിത. അപ്പം പറഞ്ഞു, നമ്മുടെ ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഓർത്ത് വന്നത്. എന്താ ഇങ്ങനെ ഓർത്താ വന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാതെ വരുമായിരുന്നോ? അങ്ങനെയല്ല മോളെ പറഞ്ഞത്, ഞങ്ങള് ഇങ്ങനെയൊന്നും പുറത്തു പോയി കഴിച്ചിട്ടില്ല. വേറൊരു വീട്ടിൽ നിന്ന് നിങ്ങൾ കഴിച്ചിട്ടില്ലേ? ഇത് ആദ്യമായിട്ടാണോ? അല്ല, ഇതുപോലത്തെ വലിയ വീട്ടിൽ നിന്നൊന്നും ഞങ്ങള് കഴിച്ചിട്ടില്ല. ഓ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും ചോറ് വെക്കാൻ അരി തന്നെയാ. പച്ചക്കറി മീനും ഒക്കെ മാർക്കറ്റിൽ പോയി ഞാൻ മേടിച്ചു, അത് ഉണ്ടാക്കി. അതിനിപ്പോ എന്താ പ്രത്യേകത ഇരിക്കുന്നത്? ബാ വന്ന് കഴിക്കാനിരുന്നേന്ന് പറയപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പതുക്കെ ഇറങ്ങി വന്നു കേട്ടോ. ബാലചന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രനെ കണ്ടതും ഇവർക്കും എന്താ പറയാ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് നമ്മുടെ ബാലചന്ദ്രനെ നോക്കിയിട്ട് ഇങ്ങനെ നമസ്കാരം പറയാണ് കേട്ടോ ശരണയുടെ അമ്മ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അലീനനെ കണ്ടായിരുന്നോ എന്ന് പറഞ്ഞല്ല ചോദിച്ചു കേട്ടോ. അപ്പം ശരണി പറഞ്ഞ കണ്ടായിരുന്നു. അല്ല, മോളെ കുറിച്ച് അലീന എന്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്, പാവം കുട്ടിയാണെന്നും അലീനയെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. അപ്പൊ ശരണയുടെ അമ്മ പറഞ്ഞു, അത് പിന്നെ അലീനയാ ഇവക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനും ആളുകളോട് സംസാരിക്കാനും ഉള്ള ധൈര്യമൊക്കെ കൊടുത്തത്. അല്ലെങ്കിൽ എന്റെ മോള് കരഞ്ഞി പിഴിഞ്ഞ് കട്ടിലെ തന്നെ ഒരു കിടപ്പായിരുന്നു. എനിക്കറിയാം, അവളെ ഞങ്ങൾക്കറിയാലോ, അലീന ഞങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്റെ ബബിത മോളെക്കാളും ചെറിയ കുട്ടിയല്ലേ നീ? പിന്നെ എനിക്ക് വേറൊന്നും അല്ല മോളെ നിന്നോട് പറയാനുള്ളത്. എന്നോട് ക്ഷമിക്കണം, ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോൻ ഇപ്പൊ ഈ ഒരു നിലയിൽ, എൻ്റെ മോൻ ഇപ്പം ഈ വീട്ടിൽ നിൽക്കുന്നത് വേറെ ആരുടെയും സഹായം കൊണ്ടല്ല, മോളുടെ സഹായം കൊണ്ടാണ്. മോള് കാരണമാണ് എൻ്റെ മോൻ ഇപ്പോഴും ഇങ്ങനെ എന്താ പറയാ, എൻ്റെ ഒപ്പം ഞങ്ങളുടെ മക്കൾക്കൊപ്പം ഒക്കെ ഇവിടെ നിൽക്കുന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ശരണ്യോട് കുറെ നന്ദിയൊക്കെ പറയാണ്. കോടതി കയറിയ ആ ഒരു സമയത്ത് മോക്ക് സത്യം പറയാൻ തോന്നിയല്ലോ, ആ ഒരു നന്മയുണ്ടല്ലോ, അതുകൊണ്ട് മാത്രല്ലേ എൻ്റെ മോന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയതും ഒക്കെ. അപ്പൊ പിന്നെ മോളോടല്ലാതെ ഞാൻ വേറെ ആരോടും നന്ദി പറയാനാ എന്ന് പറഞ്ഞ രണ്ട് കൈയും കൂടെ കൂട്ടിപ്പിടിച്ചാട്ടോ നന്ദി പറയുന്നത്. എന്നിട്ട് നമ്മുടെ ശരണയുടെ അമ്മയോടും പറഞ്ഞു, നിങ്ങള് വളർത്തിയ ഈ മോളുണ്ടല്ലോ നന്മയുള്ള മോള, അതുകൊണ്ട് തന്നെയാണല്ലോ ഈ മോള് സത്യം മാത്രം പറയുന്നത്. സത്യം മാത്രം പറയണെങ്കിലേ അത് നിങ്ങൾ പഠിപ്പിച്ചത് തന്നെ ആയിരിക്കും. സത്യം പറയരുതെന്ന് പലരും നിർബന്ധിച്ചിട്ടുണ്ടല്ലോ, പിന്നെ പലരും പഴിച്ചിട്ടുണ്ടല്ലോ. മോളെ പലരും അകറ്റി നിർത്തിയിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞതിന്റെ പേരില്. അതൊന്നും സാരമില്ല, എന്റെ കൂടെ അലീന ചേച്ചി ഉണ്ടല്ലോ എന്നാ ഞാൻ അപ്പോഴും ഓർത്തത്. അലീന ചേച്ചി എന്റെ കൂടെ ഉണ്ടെങ്കിലേ പേടിക്കാനൊന്നുമില്ലെന്നേ. എനിക്ക് അലീന ചേച്ചി ഒരുപാട് ഇഷ്ടാ. അത് പിന്നെ മോള് നന്നായി വരും. എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത്, എന്താവശ്യം ഉണ്ടെങ്കിലും. പിന്നെ ഇവള് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ശരണയുടെ അമ്മ. ഇവളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ കൂടെ കാണും. അല്ല, നിങ്ങൾ ഇവിടെ എത്തിച്ച ആളെ കണ്ടില്ലല്ലോ, ഷാജി എന്തിയെ? അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണോട് പറഞ്ഞ്, അപ്പുറത്തിരിപ്പുണ്ട്, രോഹിയേട്ടനുണ്ട്, അവര് വർത്താനം പറയാ. ഞാന് അയാളെ കൂടി വിളിച്ചോണ്ട് വരാം, നിങ്ങൾ ഇരിക്കും ഭക്ഷണം കഴിക്കാന്, ഇരുന്നേ. ഇരിക്കും ശരണയുടെ അമ്മ ഇവിടെ ഇരിക്കുക, ഊണ് കഴിച്ച് നിങ്ങൾ തുടങ്ങിക്കോ, ഞാന് ഷാജിനെ വിളിച്ചോണ്ട് വരാം, ഇരിക്കുന്നേ എന്ന് പറഞ്ഞ് നമ്മള് ബാലചന്ദ്രൻ നിർബന്ധിക്കുകയാണ് കേട്ടോ. അപ്പൊ കൃഷ്ണമോള് പറഞ്ഞ്, ചോറ് വിളമ്പാണ്, അവിടെയാ കൈ കഴുകുന്നത്, വേഗം കൈ കഴുകിയിട്ട് വാ, ഊണ് കഴിക്കാതെ രക്ഷപ്പെടാന്ന് വിചാരിക്കേ വേണ്ട, ഊണ് കഴിപ്പിച്ചിട്ടേ ഞങ്ങൾ വിടത്തുള്ളൂ എന്ന്. അങ്ങനെ എന്താ നമ്മുടെ ശരണ്യനെ അമ്മേനെ പീഡിച്ചിരുത്തി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.